ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പാഠം 16ാമത്തെ പാഠമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 16ാമത്തെ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട ഏതാനും ചില പോയിന്റുകളാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്മുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ബുദ്ധിവർഗം, ആക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിവർഗം. അതിൽ മനുഷ്യനും മലക്കുകളും ജിന്നുകളും ഉൾപ്പെടുന്നു. മറ്റൊന്ന് രണ്ടാമത്തേത് ഗൈറു ആക്കിൽ, നോൺ ഇൻ്റലിജൻറ്റ്. മനുഷ്യനോ മലക്കുകളും ജിന്നുകളോ അല്ലാത്ത ബാക്കി എല്ലാതും ഗൈറു ആക്കിലിൽ ഉൾപ്പെടുന്നു. അത് മൃഗങ്ങളോ ചെടികളോ വസ്തുക്കളോ എന്തുമാകാം. ഓക്കെ, വിശേഷ ബുദ്ധിയില്ലാത്ത വർഗങ്ങൾ. ഓക്കെ, ഗൈറു ആക്കിലിനും ആക്കിലിൻ്റെയും ഏകവചനം നമ്മളെല്ലാവരും പഠിച്ചതാണ്. എന്നാൽ ഗൈറു ആക്കിലിൻ്റെ നോൺ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അവയുടെ ബഹുവചനം ഏകവചന സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഹാദിഹി കുതുബുൻ ജദീദത്തുൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാദ കിതാബുൻ ജദീദുൻ എന്നാണ്. കുതുബുൻ എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകങ്ങൾ. ഒക്കെ അവിടെ ഉലായിക്കയോ ഉലായിയോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ഹാദിഹി കുതുബുൻ ജദീദത്തുൻ. അതിൻ്റെ നഅത്ത് സ്ത്രീലിംഗമാണ്. അതിൻ്റെ ഇസ്മുൽ ഇഷാറ ഏകവചന സ്ത്രീലിംഗമാണ്. ഹാദിഹി കുതുബുൻ ജദീദത്തുൻ. ഹിയ സഗീറത്തുൻ. ഓക്കെ, ഈ പുസ്തകങ്ങൾ പുതിയതാണ്. ഹിയ സഗീറത്തുൻ. ഹിയ എന്ന് പറഞ്ഞാൽ അത് അല്ല, അവ ചെറുതാണ്. ഹിയ. ഓക്കെ, കുത്തുബിനെ പറഞ്ഞിരിക്കുന്നത്, കുത്തുബിൻ്റെ പ്രൊനൗണായിട്ട് അഥവാ ദമീറായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹിയ എന്നാണ്. ഓക്കെ, അവിടെ ഹും എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഏകവചന സ്ത്രീലിംഗം. ഹിയ സഗീറത്തുൻ, അവ ചെറുതാണ്. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. അൽ കിലാബു ഹറജത്ത്. അൽ കിലാബു, കൽബുൻ എന്ന് പറഞ്ഞാൽ ഒരു നായ. അൽ കിലാബു എന്ന് പറഞ്ഞാൽ നായകൾ. ഹറജത്ത് നായകൾ പുറത്തേക്ക് പോയി. ഹറജത്ത് കണ്ടോ? ഖറജത്ത് എന്ന് പറയുമ്പോൾ അനീസിൻ്റെ ഹറജത്ത് പറഞ്ഞാൽ ഒരു സ്ത്രീ പോയി എന്നല്ലേ നമ്മൾ സാധാരണ ഹറജത്ത് എന്ന് പറയാറുള്ളത്. ഇവിടെ കിലാബുൻ ബഹുവചനമായിട്ടും ഹറജത്ത് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് മസ്ജിദുൻ എന്നതിൻ്റെ ബഹുവചനമാണ് മസാജിദു എന്നത് മഫായിലു വസനിൽ വരുന്നതാണ്. മഫായിലു വസനിൽ വരുന്നതെല്ലാം മംനു മിന സർഫാണ് മഫായിലു വസനിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ഒരു ഹിവാറാണ്. ഖാലൽ മുദരിസു, അധ്യാപകൻ പറഞ്ഞു, ലിമൻ ഹാദിഹിൽ അഖ്ലാമു യാ മുഹമ്മദു. ലിമൻ ഹാദിഹിൽ അഖ്ലാമു യാ മുഹമ്മദു. ഓ മുഹമ്മദേ, ഈ പേനകൾ ആരുടേതാണ്? ഓക്കെ, ഇവിടെ ഹാദിഹി നമുക്കറിയാം ഇസ്മുൽ ഇഷാറ. അൽ അഖ്ലാമു ഏതായിരുന്നു? ബദലാണ്. ഹർഫു നിദാ യാ മുഹമ്മദു മുനാദ. ലിമൻ ആരുടെ. മൻ എന്ന് പറഞ്ഞാൽ ആര്. ലാമ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ എന്ന് അർത്ഥം കിട്ടും. മുഹമ്മദ് പറഞ്ഞ എന്താ? ഹിയലി യാ ഉസ്താദു. ഓ ഉസ്താദേ, അത് എൻ്റേതാണ്. അവ എൻ്റേതാണ്. അഖ്ലാമിനെയാണ് അവിടെ ഹിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവ എൻ്റേതാകുന്നു. ഹിയ എന്ന് പറഞ്ഞാൽ അവ. ഹിയ എന്നുള്ളത് മുബത്തദ. ലി എന്ന് പറഞ്ഞാൽ ജാറുൻ വ മജ്റൂറുൻ, ശിബ്ഹു ജുംല, ഖബർ. ഹിയ ഹർഫു നിദാ, ഉസ്താദു മുനാദ. ഒറ്റ പദമാകുമ്പോൾ മുനാദ വിളിക്കപ്പെടുന്നത് ദമ്മയിൽ മബനിയായിരിക്കും. അൽ മുദരിസു, അധ്യാപകൻ. ഹിയ ജമീലത്തുൻ ജിദ്ദൻ. ഇവ വളരെ ഭംഗിയുള്ളതാണ്. ഇവിടെ ഹിയ എന്ന് പറയുന്നത് അഖ്ലാമുനെയാണ് ഹിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവ വളരെ ഭംഗിയുള്ളതാണ്. ജമീലത്തുൻ ജിദ്ദൻ. ഓക്കെ, ഇവ വളരെ ഭംഗിയുള്ളതാണ്. ഹിയ മുബത്തദ, ജമീലത്തുൻ ഖബർ, ജിദ്ദൻ മഫ്ഊൽ മുതലഖ്. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. വഹാദിഹിൽ കുതുബുൽ ജദീദത്തു അഹിയലക. വഹാദിഹിൽ കുതുബു ജദീദത്തു അഹിയലക. ഈ പുതിയ പുസ്തകങ്ങൾ അവ
നിൻ്റേതാണോ, അവ നിൻ്റേതും ആണോ, വാവുൽ അത്തഫുണ്ട്, അവ നിൻ്റേതും ആണോ. ഓക്കെ, ഹാദിഹി അൽ കുത്തുബു എന്നുള്ളത് ബദലാണ്, അൽ ജദീദത്തു എന്നത് അൽ കുത്തുബു എന്നതിൻ്റെ നഅത്താണ്. ഓക്കെ, ഹിയ ലക്കി, ലക്ക അവ നിൻ്റേതാണോ. ഹിയ ഇവിടെ ഉദ്ദേശിച്ചത് അവ എന്നാണ് കേട്ടോ, പുസ്തകങ്ങളെ. അൽ കുത്തുബുവിനെയാണ് ഹിയ എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബഹുവചനങ്ങൾ അഥവാ ഗൈറു ആക്കിലായിട്ടുള്ളത് ബഹുവചനങ്ങളെല്ലാം തന്നെ മുഫ്രദും അതുപോലെ തന്നെ മുഅന്നസുമായിട്ടാണ് പരിഗണിക്കുന്നത്. മുഹമ്മദുൻ ലാ ഹിയ ലി ഹാമിദിൻ, അല്ല അവ ഹാമിദിൻ്റേതാകുന്നു. ലാ എന്നുള്ളത് ഹർഫു നഫി, ഹർഫു ജവാബ്. ഹിയ മുബ്തദഅ ലി ഹാമിദിൻ ജാറുൻ വ മജ്റൂറുൻ, ശിബ്ഹു ജുംല ഖബർ. അൽ മുദരിസു അധ്യാപകൻ. ഐന ദഫാത്തിറുക്കും യാ ഇഖ്വാനു, ഐന ദഫാത്തിറുക്കും യാ ഇഖ്വാനു, ഓ സഹോദരന്മാരെ നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങൾ എവിടെയാണ്. ഐന അറിയാമല്ലോ, ഇസ്തിഫാമിയ ആണ്. ദഫാത്തിറു മുലാഫ്, ഖും മുലാഫിൻ ഇലൈഹി, ദഫാത്തിറുക്കും. യാ ഹർഫു നിദാ, ഇഖ്വാനു മുനാദ. ഹിയ അലിയുൻ, അലി പറയുന്നത് എന്താ, ഹിയ ഹുന അല ഹാദൽ മക്തബി, ഹിയ ഹുന അത് ഇവിടെയാണ്, അല ഹാദൽ മക്തബി ഈ ഡെസ്കിന്മേൽ, അത് ഇവിടെ ഈ ഡെസ്കിന്മേലാണ്. ഓക്കെ, ദഫാത്തിറു, ദഫ്തറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് പുസ്തകം, അതിൻ്റെ ബഹുവചനമാണ് ദഫാത്തിറു. ദഫാത്തിറു അത് മഫായിലു വസനാണ്, മംനൂ മിനസ് സർഫാണ്, തൻവീനിനെ സ്വീകരിക്കുകയില്ല. ഓക്കെ, ഹിയ മുബ്തദഅ, ഹുന എന്നുള്ളതാണ് ഖബർ, അല ഹാദ എന്നുള്ളത് എന്താ, ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഖബരി. ഇനി അൽ മക്തബി എന്നുള്ളത് ബദലാണ്. അപ്പോൾ ചെറിയൊരു പാഠമാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തമാരീൻ നോക്കാം. തഅമ്മിൽ അംസിലത്തിൽ ആത്തിയ, താഴെ വരുന്ന ഉദാഹരണങ്ങളെ കുറിച്ച് നീ ചിന്തിക്കണം. ഒന്ന് അൽ മുഫ്രദു, ഏകവചനം. ഹാദാ താലിബുൻ ജദീദുൻ, ഹാദാ താലിബുൻ ജദീദുൻ, ഇത് പുതിയ വിദ്യാർത്ഥി ആകുന്നു. ഹാദാ മുബ്തദഅ, താലിബുൻ ഖബർ, ജദീദുൻ നഅത്ത്. ഹുവ മിൻ അംരിക്ക, അവൻ അമേരിക്കയിൽ നിന്നാകുന്നു. ഹുവ മുബ്തദഅ, മിൻ അംരിക്ക ജാറുൻ വ മജ്റൂറുൻ. അപ്പോൾ മുഫ്രദായിട്ടുള്ള ഒരു ആഖിലിനെ ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി മുഫ്രദായിട്ടുള്ള ജം ആയിട്ടുള്ള ആഖിലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ പറയാ, ഹ ഉലാഇ തുലാബുൻ ജുദുദുൻ, ഹ ഉലാഇ തുലാബുൻ ജുദുദുൻ, ഇവർ പുതിയ വിദ്യാർത്ഥികൾ ആകുന്നു. ഇവർ പുതിയ വിദ്യാർത്ഥികൾ ആകുന്നു. ഹും മിൻ അംരിക്ക, അവർ അമേരിക്കയിൽ നിന്നാകുന്നു. ഓക്കെ, ഹ ഉലാഇ മുബ്തദഅ ഖബർ നഅത്ത്, പിന്നെ മുബ്തദഅ ജാറുൻ വ മജ്റൂറുൻ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാദാ താലിബുൻ ജദീദുൻ, അത് ബഹുവചനമാകുമ്പോൾ, ആഖിലിൽ ബഹുവചനമാകുമ്പോൾ ഹ ഉലാഇ തുലാബുൻ ജുദുദുൻ. എന്നാൽ ഇനി ഗൈറു ആഖിലിൻ്റെ കാര്യമാണ് അടുത്തത് പറയുന്നത്. മുഫ്രദായിട്ട് വരുമ്പോൾ, ഏകവചനമായി വരുമ്പോൾ, ഹാദാ കിതാബുൻ ജദീദുൻ, ഇത് പുതിയ പുസ്തകമാകുന്നു. മുബ്തദ ഖബർ നഅത്ത്. ഹുവ മിൻ അംരിക്ക, ഇവ അമേരിക്കയിൽ നിന്നുള്ളതാകുന്നു. അതായത് മെയ്ഡ് ഇൻ ആയിരിക്കാം ഉദ്ദേശിച്ചത്. അതിൻ്റെ ബഹുവചനം വരുമ്പോൾ ഹാദിഹി കുതുബുൻ ജദീദത്തുൻ, അവിടെ ഹ ഉലാഇ വന്നില്ല. കണ്ടോ, കുതുബുൻ ബഹുവചനമായപ്പോൾ, ഗൈറു ആഖിലിൻ്റെ ബഹുവചനം വന്നപ്പോൾ അവിടെ എന്ത് വന്നില്ല, ഹ ഉലാഇ വന്നില്ല. മറിച്ച് അത് എന്തായി, അത് ഏകവചന സ്ത്രീലിംഗമായി പരിഗണിക്കപ്പെട്ടു. ഹാദിഹി കുതുബുൻ ജദീദത്തുൻ, ഇവ പുതിയ പുസ്തകങ്ങളാകുന്നു, പുതിയ പുസ്തകങ്ങളാകുന്നു. ഹാദിഹി മുബ്തദഅ കുതുബുൻ ഖബർ ജദീദത്തുൻ നഅത്ത്. ഹിയ മിൻ അംരിക്ക, ഇവ അമേരിക്കയിൽ നിന്നുള്ളതാകുന്നു. നെക്സ്റ്റ് പേജ്. അടുത്ത എക്സസൈസ്, ഹവ്വിലിൽ മുബ്തദഅ, ഹവ്വിലിൽ മുബ്തദഅ, മുബ്തദഅ നീ മാറ്റണം. ഫി കുല്ലി മിനൽ ജുമലിൽ ആത്തിയത്തി ഇലൽ ജംഇ, താഴെ വന്നിട്ടുള്ള എല്ലാ വാചകങ്ങളിലും ഇല ജംഇ, ജംഇലേക്ക് മാറ്റണം. ഉദാഹരണങ്ങൾ നോക്കാം. മിസാലുൻ, ഉദാഹരണം. ഹാദാ ബൈത്തുൻ, ഹാദിഹി ബുയൂത്തുൻ. ഓക്കെ, ഹാദ എന്നുള്ളതാണ് മുബ്തദ. ഇവിടെ എല്ലാവരും ഹാദ മുബ്തദ വന്നിട്ടുണ്ട്. അപ്പോൾ ഹാദനെ നമ്മൾ എന്താക്കണം, ജം ആക്കണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഖബറിലും മാറ്റങ്ങൾ വരും. കണ്ടോ, ഹാദാ ബൈത്തുൻ, ഹാദിഹി ബുയൂത്തുൻ, ബുയൂത്തുൻ. കാരണം എന്താ ഹാദിഹി വരാൻ കാരണം എന്താ, ബൈത്തുൻ, ഹാദ
ഹാദിഹി ബുയൂത്തുൻ. കാരണം എന്തായിരുന്നു? കാരണം ബൈത്തുൻ എന്നതിൻ്റെ ജം ആണ് ബുയൂത്തുൻ. അതിനെ നമ്മൾ ഹാ ഉലായി എന്ന് വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ഖൈറു ആക്കിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ. ഹാദ നജുമുൻ, ഇത് നക്ഷത്രമാകുന്നു. ഹാദിഹി നുജൂമുൻ, അവിടെ ഹാദിഹിയാണ് വെക്കുക. ബഹുവചനത്തിൻ്റെ മുന്നിൽ, ഖൈറു ആക്കിലിൻ്റെ ബഹുവചനത്തിൻ്റെ മുന്നിൽ നമ്മൾ ഹാദിഹി വെക്കും. ഓക്കെ. ഹാദ ദർസുൻ, ഇതൊരു പാഠമാകുന്നു. ഹാദിഹി ദുറൂസുൻ, എല്ലാം മുബത്തദ ഖബർ കേട്ടോ. ഹാദ ഖലമുൻ, ഇതൊരു പേനയാകുന്നു. ഹാദിഹി അഖ്ലാമുൻ, ഇവ പേനകൾ ആകുന്നു. ഹാദ ബാബുൻ, ഇതൊരു വാതിലാകുന്നു. ഹാദിഹി അബ്വാബുൻ, ഇവ വാതിലുകളാകുന്നു. ഹാദ നഹ്റുൻ, ഇതൊരു പുഴയാകുന്നു. ഹാദിഹി അൻഹാറുൻ, ഇവ പുഴകളാകുന്നു. ഹാദ ജബലുൻ, ഇതൊരു മലയാകുന്നു. ഹാദിഹി ജിബാലുൻ, ഇവ മലകൾ ആകുന്നു. ഹാദ ഖൽബുൻ, ഇതൊരു നായയാകുന്നു. ഹാദിഹി ഖിലാബുൻ, ഇവ നായകൾ ആകുന്നു. ഹാദ ബഹറുൻ, ഇതൊരു കടലാകുന്നു. ഹാദിഹി ബിഹാറുൻ, ഇവ കടലുകളാകുന്നു. ഹാദ കിതാബുൻ, ഇതൊരു പുസ്തകമാകുന്നു. ഹാദിഹി ഖുതുബുൻ, ഇവ പുസ്തകങ്ങൾ ആകുന്നു. ഹാദ ഹിമാറുൻ, ഇതൊരു കഴുതയാകുന്നു. ഹാദിഹി ഹുമുറുൻ, ഇവ കഴുതകളാകുന്നു. ഹമീറുൻ എന്നും അതിന് മറ്റൊരു ജമാണ് ഹമീറുൻ എന്നത് കേട്ടോ. അടുത്തത് 11. ഹാദ സെരീറുൻ, ഇതൊരു കട്ടിലാകുന്നു. ഹാദിഹി സുറുറുൻ, ഇവ കട്ടിലുകൾ ആകുന്നു. ഹാദ ദഫ്തറുൻ, ഇതൊരു നോട്ട് പുസ്തകമാകുന്നു. ഹാദിഹി ദഫാത്തിറു, ഇവ നോട്ട് പുസ്തകങ്ങൾ ആകുന്നു. ഇനി അത് മംനു മിന സർഫാണ്, അതുകൊണ്ട് തൻമീൻ ഇടൂല. മഫായിലു വസനിൽ വരുന്നത് കേട്ടോ. ഇനി കുറച്ച് മഫായിലു വസനുകൾ വരുന്നുണ്ട്. ഹാദ മക്തബുൻ, ഇതൊരു ഡെസ്ക് ആകുന്നു. ഹാദിഹി മകാതിബു, ഇവ ഡെസ്കുകൾ ആകുന്നു. മകാതിബു മംനു മിന സർഫ്, തൻമീൻ സ്വീകരിക്കുകയില്ല. ഹാദ ഫുന്ദുഖുൻ, ഇതൊരു ഹോട്ടൽ ആകുന്നു. ഹാദിഹി ഫനാദിഖു, ഇവ ഹോട്ടലുകൾ ആകുന്നു. അതും മംനു മിന സർഫാണ്. ഇനി ഹാദിഹി സാഅത്തുൻ, ഇതൊരു വാച്ചാകുന്നു. സാഅത്തുൻ താമർബൂത്തയിൽ അവസാനിക്കുന്നത് കൊണ്ട് അത് ഫെമിനിൻ ജെൻഡറാണ്. ഓക്കെ. ഹാദിഹി സാഅത്തുൻ, ഇവ വാച്ചുകൾ ആകുന്നു. ഓക്കെ. അവിടെ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഓൾറെഡി അത് ഫെമിനിൻ ജെൻഡറാണ്. ഹാദിഹി തന്നെയാണ്. ഓക്കെ. ഹാദിഹി സയ്യാറത്തുൻ, ഇതൊരു കാറാകുന്നു. ഹാദിഹി സയ്യാറാത്തുൻ, ഇവ കാറുകൾ ആകുന്നു. 17. ഹാദിഹി തായിറത്തുൻ, ഇതൊരു വിമാനമാകുന്നു. ഹാദിഹി തായിറാത്തുൻ, ഓക്കെ, തായിറാത്തുൻ, ഇവ വിമാനങ്ങളാകുന്നു. ദാലിക നജ്മുൻ, അതൊരു നക്ഷത്രമാകുന്നു. അവിടെ നമ്മൾ എന്താക്കണം? ദാലിക എന്താക്കണം? എന്തായാലും ഉലായിക്ക് ഒന്നും ആക്കാൻ പറ്റില്ല. ഓക്കെ. തിൽക്ക കേട്ടോ, ഏകവചന സ്ത്രീലിംഗം. തിൽക്ക നുജൂമുൻ, അവ നക്ഷത്രങ്ങളാകുന്നു. തിൽക്ക സയ്യാറത്തുൻ, അതൊരു കാറാകുന്നു. തിൽക്ക സയ്യാറാത്തുൻ, അവ കാറുകൾ ആകുന്നു. അടുത്തത് അഷിർ, നീ ചൂണ്ടിക്കാണിക്കണം. ഇലൽ അസ്മാഇൽ ആത്തിയത്തി, താഴെ വന്നിട്ടുള്ള ഇസ്മുകളിൽ ബി ഇസ്മിൽ ഇഷാറത്തിൻ മുനാസിബിൻ, യോജിച്ച ഇസ്മുൽ ഇഷാറകളെ. ലിൽ ഖരീബി, അടുത്തുള്ള, അതായത് ഹാദ ഹാദിഹി ഹഉലായി. ഒന്നാമത്തേത് ഡാഷ് റജുലുൻ, എന്തായിരിക്കും? ഹാദ റജുലുൻ. അടുത്തത് ഡാഷ് റിജാലുൻ, ഹഉലായി റിജാലുൻ. ഡാഷ് കൽബുൻ, ഹാദ കൽബുൻ. ഡാഷ് കിലാബുൻ, അവിടെ ഹഉലായി ഇടാൻ പാടുണ്ടോ? ഇല്ല. ഖൈറു ആക്കിൽ നമ്മളെങ്ങനെയാ? ഏകവചന സ്ത്രീലിംഗം. ഹാദിഹി കിലാബുൻ. ഡാഷ് ദുറൂസുൻ, ഹാദിഹി ദുറൂസുൻ. ഓക്കെ. കുല്ലു ജംഇൻ മുഅന്നസ്, എല്ലാ ജംഉകളും മുഅന്നസാണ്. ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. നമ്മൾ കുല്ലു ജംഉൻ ഉദ്ദേശിച്ചത് ഖൈറു ആഖിലിൻ്റെ കുല്ലു ജംഉൻ, എല്ലാ ജംഉകളും മുഅന്നസായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. മുഅന്നസ് മുഫ്രദാണ്. ഡാഷ് മുദർരിസൂന, അധ്യാപകർ. അപ്പം നമ്മൾ ഹഉലാഇ, കാരണം എന്താ? ആഖിലാണ്. ഓക്കെ. ഇക്കൂട്ടർ അധ്യാപകരാകുന്നു. ഡാഷ് അഖവാത്തി, ഇക്കൂട്ടർ എൻ്റെ സഹോദരിമാരാകുന്നു. അവിടെ ഹഉലാഇ അഖവാത്തി. ഡാഷ് അഖ്ലാമുൻ, ഹാദിഹി അഖ്ലാമുൻ. ഡാഷ് കിതാബുൻ, ഹാദ കിതാബുൻ. ഡാഷ് സയ്യാറാത്തുൻ, കാറുകൾ. ഹാദിഹി സയ്യാറാത്തുൻ. ഡാഷ് സയ്യാറത്തുൻ, ഹാദിഹി സയ്യാറത്തുൻ. ഡാഷ് ഹിമാറുൻ, ഹാദ ഹിമാറുൻ.
കഴുത ട്ടാ, ഹിമാറു പറഞ്ഞല്ലോ, മുൻപ് പറഞ്ഞിരുന്നു. ഡാഷ് കുത്തുബുൻ പുസ്തകങ്ങൾ, ഹാദിഹി കുത്തുബുൻ ഇവ പുസ്തകങ്ങളാകുന്നു. ഹാദിഹി ഓക്കെ. കുല്ലു ജംഇൻ മുഅന്നസ് ഗൈറു ആഖിൽ. ഡാഷ് ഹുമുറുൻ, ഹുമുറുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് വായിച്ചു പോയിട്ടുണ്ട്, കഴുതകൾ. ഹാദിഹി ഹുമുറുൻ. ഡാഷ് ഐനുൻ, ഐനുൻ എന്താ കണ്ണ് അല്ലേ, അവിടെ നമ്മൾ എന്ത് വെക്കണം, ഹാദ വെക്കാൻ പറ്റുമോ? പറ്റില്ല. ശരീരത്തിലെ ഇരട്ടവയവങ്ങൾ മുഅന്നസാണ്, അതുകൊണ്ട് ഹാദിഹി ഐനുൻ. ഡാഷ് തൊബീബത്തുൻ ലേഡി ഡോക്ടർ, ഹാദിഹി തൊബീബത്തുൻ. ഡാഷ് തൊബീബാത്തുൻ അതിൻ്റെ ബഹുവചനം ലേഡി ഡോക്ടേഴ്സ്, ഹഉലാഇ തൊബീബാത്തുൻ. ഇനി നാലാമത്തേത് അഷിർ ഇലൽ അസ്മാഇൽ ആതിയത്തി, താഴെ വരുന്ന ഇസ്മുൽ ബി ഇസ്മിൽ ഇഷാറത്തി ലിൽ ബഈദി, താഴെ വരുന്ന ഇസ്മുൽ അസ്മാവുകളിലേക്ക് നമ്മൾ ചൂണ്ടണം. ബി ഇസ്മുൽ ഇഷാറത്തി ലിൽ ബഈദി, ബഈദായിട്ടുള്ള ദൂരെയുള്ള ഇസ്മുൽ ഇഷാറകളെ കൊണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? ദാലിക, തിൽക, ഉലായിക്ക ഒക്കെ വെച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഇതിൽ നമ്മൾ മുൻപ് വായിച്ചു പോയ ഉദാഹരണത്തിലെല്ലാം മുബത്തദ ഖബറാണ് കേട്ടോ. അതിൽ അഹവാത്തിൻ്റെ അവിടെ മുലാഫ് മുലാഫിലേഹി വരുന്നുണ്ട്, ബാക്കി എവിടെയും മാറ്റില്ല, മുബത്തദ ഖബറാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതും അങ്ങനെ തന്നെ മുബത്തദ ഖബറാണ്. ഇസ്മുൽ ഇഷാറൊക്കെ മുബത്തദ ആയിട്ടും വരും, അതിനുശേഷം വരുന്നത് ഖബറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നാമത്തേത് താലിബുൻ. ചിലവരുടെ ബുക്കിൽ തിരിഞ്ഞും വരുന്നുണ്ട്, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വായിക്കുക കേട്ടോ. ചിലർക്ക് ദാരിക്ക തിൽക്കുള്ളടത്ത് ഹാദ ഹാദിഹിയും അങ്ങനെ തിരിച്ച് ഒക്കെ ക്വസ്റ്റ്യൻ തിരിച്ചൊക്കെ വരുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കുക കേട്ടോ. ഡാഷ് തോലിബുൻ, ദാലിക തോലിബുൻ അതൊരു വിദ്യാർത്ഥിയാകുന്നു. ഇനി തുല്ലാബുനാവുമ്പോഴോ? ഉലായിക്ക തുല്ലാബുൻ അക്കൂട്ടർ വിദ്യാർത്ഥികളാകുന്നു. ഡാഷ് നജ്മുൻ, ദാലിക നജ്മുൻ. ഡാഷ് നുജൂമുൻ, തിൽക നുജൂമുൻ. കുല്ലു ജംഇൻ മുഅന്നസ്. ഡാഷ് ബിന്തുൻ, തിൽക ബിന്തുൻ. ഡാഷ് ബനാത്തുൻ, ഉലായിക ബനാത്തുൻ. ഡാഷ് ദറാജത്തുൻ, ബനാത്തുൻ പെൺകുട്ടികൾ. ഡാഷ് ദറാജത്തുൻ സൈക്കിള്, തിൽക ദറാജത്തുൻ. ഡാഷ് ദറാജാത്തുൻ, അവിടെയും തിൽക്കന്നെ, തിൽക ദറാജാത്തുൻ. ഡാഷ് സെരീറുൻ, ദാലിക സെരീറുൻ. ഡാഷ് സുറുറുൻ, സെരീറുൻ കട്ടിൽ, അതിൻ്റെ ജം ആണ് സുറുറുൻ കട്ടിലുകൾ. തിൽക സുറുറുൻ. ഡാഷ് ദജാജത്തുൻ കോഴി, തിൽക ദജാജത്തുൻ. ഡാഷ് മുദർരിസത്തുൻ, തിൽക മുദർരിസത്തുൻ. ഡാഷ് മുദർരിസാത്തുൻ, ഉലായിക മുദർരിസാത്തുൻ. ഡാഷ് ഹാജുൻ അധ്യാപികമാർട്ട്, അധ്യാപിക. ഡാഷ് ഹാജുൻ ഹജ്ജ് ചെയ്യുന്നവർ, ദാലിക ഹാജുൻ. ഡാഷ് ഹുജാജുൻ അതിൻ്റെ ബഹുവചനം ഹാജിമാർ, ഉലായിക ഹുജാജുൻ. ഡാഷ് മസ്ജിദുൻ, ദാലിക മസ്ജിദുൻ. ഡാഷ് സയ്യാറാത്തുൻ, തിൽക സയ്യാറാത്തുൻ. ഇനി ആ കോളത്തിലുള്ളത് എന്താ? അസ്മാ ഉൽ ഇഷാറ ലിൽ ഖരീബിൽ ലിൽ ആഖിലി. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ചൂണ്ടിക്കാണിക്കാനുള്ള ഇസ്മുകൾ, അടുത്തുള്ളവയെ ചൂണ്ടിക്കാണിക്കാൻ ആഖിലിനെ ഉപയോഗിക്കുന്നത് ഹാദ, ഹഉലാഇ, ഹാദിഹി. ഓക്കെ, ഹാദ താലിബുൻ ഇതൊരു വിദ്യാർത്ഥിയാകുന്നു. ഹഉലാഇ തുല്ലാബുൻ അതിൻ്റെ ബഹുവചനം. ഇനി ഒരു പെണ്ണാവുമ്പോൾ ഹാദിഹി താലിബത്തുൻ ഇത് ഒരു വിദ്യാർത്ഥിനിയാണ്, അതിൻ്റെ ബഹുവചനം ആകുമ്പോൾ ഹഉലാഇ തന്നെ, ഹഉലാഇ താലിബാത്തുൻ. ഇനി ബഈദായിട്ടുള്ള ദൂരെയുള്ള ഇസ്മുൽ ഇഷാറ ആഖിലിനെ പറയുമ്പോൾ ദാലിക താലിബുൻ അതൊരു വിദ്യാർത്ഥിയാകുന്നു. ഉലായിക തുല്ലാബുൻ അതിൻ്റെ ബഹുവചനമാകുമ്പോൾ അവർ വിദ്യാർത്ഥികളാകുന്നു. തിൽക താലിബത്തുൻ അതൊരു വിദ്യാർത്ഥിനിയാകുന്നു. ഉലായിക താലിബാത്തുൻ അവ വിദ്യാർത്ഥിനികളാകുന്നു. ഓക്കെ, ഇനി അസ്മാ ഉൽ ഇഷാറ ലിൽ ഖരീബി തന്നെ ഗൈറു ആഖിലിൻ്റെ. ഓക്കെ, അപ്പോൾ അടുത്തുള്ള ഗൈറു ആഖിലിൻ്റെ ഹാദാ ബൈത്തുൻ ഇതൊരു വീടാകുന്നു. അത് ബഹുവചനമാകുമ്പോൾ ബൈത്തുൻ കുറേ വീടുകളെയാണ് ചൂണ്ടിക്കാണിച്ച് പറയുന്നതെങ്കിൽ ഹാദിഹി ബുയൂത്തുൻ അവിടെ ഹഉലാഇ വരില്ല, ഹാദിഹി ബുയൂത്തുൻ. ഗൈറു ആഖിലിൻ്റെതെല്ലാം ജംഉകളെല്ലാം തന്നെ മുഅന്നസ് മുഫ്രദാണ്. ഓക്കെ, അടുത്തത് ഹാദിഹി സയ്യാറത്തുൻ ഇതൊരു കാറാകുന്നു. ഹാദിഹി സയ്യാറാത്തുൻ. ഓക്കെ, സയ്യാറാത്തുൻ ഹാദിഹി. ഓക്കെ, അടുത്തത് അസ്മാഉൽ ഇഷാറ ലിൽ ബഈദി ലിൽ ഗൈരി ആഖിൽ. ഗൈറു ആഖിലിൻ്റെ അസ്മാഉൽ ഇഷാറകൾ ദൂരെയുള്ളത്. ദാലിക ബൈത്തുൻ അതൊരു വീടാകുന്നു. അത് കുറേ വീടുകളെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ
തിൽക ബുയൂത്തുൻ അവ വീടുകൾ ആകുന്നു. തിൽക ബുയൂത്തുൻ. ഇനി ഒരു ഫെമിനിൻ ആകുമ്പോൾ സ്ത്രീലിംഗമാകുമ്പോൾ തിൽക സയ്യാറത്തുൻ അതൊരു കാറാകുന്നു. തിൽക സയ്യാറാത്തുൻ അവ കാറുകൾ ആകുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു വ്യത്യാസങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി വായിക്കുക, പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.